നമ്മൾ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് അതിൽ പഠിച്ചത്? ഫിഷിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. ഈ ചിത്രം നോക്കൂ, 2 ചെടികൾ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ ചെടിയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്? ഫസ്റ്റ് ചെടിക്ക് എന്താ പ്രത്യേകത? ദ ഫസ്റ്റ് പ്ലാന്റ് ഹാസ് ത്രോൺസ് ഓൺ ഇറ്റ്സ് ലീവ്സ്. ആ ചെടിയുടെ ഇലയിൽ ധാരാളം മുള്ളുകളുണ്ട്. സെക്കൻഡ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണ്? ദ ലീവ്സ് ഓഫ് ദ സെക്കൻഡ് പ്ലാന്റ് ആർ ലൈക്ക് ത്രോൺസ്. ആ ചെടിയുടെ ഇലകൾ തന്നെ മുള്ളുകൾ പോലെയാണ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സ്റ്റെം? സ്റ്റെം എന്ന് വെച്ചാൽ തണ്ട്. ആ ചെടിയുടെ തണ്ടിന് എന്തൊക്കെ പ്രത്യേകതയാണുള്ളത്? ദ സ്റ്റെംസ് ആർ തിക്ക്, ഗ്രീൻ ആൻഡ് ക്യാൻ സ്റ്റോർ വാട്ടർ. അവയുടെ തണ്ടിന് നല്ല കനമുള്ളതും പച്ച നിറത്തിലുള്ളതും വെള്ളം സേവ് ചെയ്ത് വയ്ക്കാൻ കഴിവുള്ളതുമായിരിക്കും. വാട്ട് മേക്സ് ദം ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാന്റ്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. മറ്റു ചെടികളിൽ നിന്നും ഇവയ്ക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അവയുടെ വ്യത്യാസങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ തന്നിരിക്കുന്ന ചെടികളുടെ ഫീച്ചേഴ്സാണ് ഇതിൽ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റ്സ് ഓഫ് ദി ഡെസേർട്ട്. മരുഭൂമിയിലെ ചെടികൾ. മരുഭൂമിയിലുണ്ടാകുന്ന ചെടികൾക്ക് സിറോഫൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഡെസേർട്ട് പ്ലാന്റ്സ് മേ ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മാൾ ലീവ്സ് ഓർ ട്രോൺസ്. മരുഭൂമിയിലുണ്ടാകുന്ന ചെടികൾക്ക് എന്താണ്? ഇലകൾ ഇല്ലാത്തതോ ചെറിയ ഇലകളോട് കൂടിയതോ മുള്ളുകൾ ഉള്ളവയോ ആയിരിക്കും. Their stems are thick, green and can store water. അവയുടെ സ്റ്റെം എന്നാൽ എങ്ങനെയാണ്? കനമുള്ളതും പച്ച നിറത്തിലുള്ളതും വാട്ടർ സേവ് ചെയ്ത് വയ്ക്കാൻ കഴിവുള്ളതുമായിരിക്കും. എ വാക്സി കോട്ടിംഗ് ഓൺ ദെയർ സ്റ്റെം ഹെൽപ്സ് ദം പ്രിവെൻറ്റ് വാട്ടർ ലോസ്. അതായത് ആ ചെടിയുടെ തണ്ടിൽ എന്താണ്? ഒരു വാക്സി കോട്ടിംഗ്, മെഴുക് പോലെയുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും. ഈ ഒരു ആവരണം ചെടിയിൽ നിന്നും വെള്ളം നഷ്ടപ്പെടാതെ അവയെ സംരക്ഷിച്ച് നിർത്തുന്നു. ദി ഡീപ്പ് റൂട്ട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്സ്. ഭൂമിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള ഇവയുടെ വേരുകൾ എത്ര ആഴത്തിൽ നിന്നും വെള്ളം വലിച്ചെടുക്കും. സച്ച് ഡെസേർട്ട് പ്ലാന്റ്സ് ആർ നോൺ ആസ് സിറോഫൈറ്റ്സ്. ഇത്തരം ഡെസേർട്ട് പ്ലാന്റ്സിന് എന്താണ് പറയുന്നത്? സിറോഫൈറ്റ്സ്. ആൾ ദീസ് ഫീച്ചേഴ്സ് എനേബിൾ ദം ടു സർവൈവ് ഇൻ ഡെസേർട്ട്. ഈ ഫീച്ചേഴ്സൊക്കെ എന്താണ്? ഇവയെ മരുഭൂമിയിൽ സർവൈവ് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ സിറോഫൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അടുത്തത് എന്താണ്? അഡാപ്റ്റേഷൻ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്സ്. അതായത് ഏതൊരു ചെടിക്കാണെങ്കിലും ഒരു ആനിമൽസിനാണെങ്കിലും അവയുടെ ചുറ്റുപാടുമായി ജീവിച്ചു പോകാൻ അനുവദിക്കുന്ന ചില ശാരീരികമായ പ്രത്യേകതകളുണ്ട്. എനി ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെൻറ്റ് ഈസ് കാൾഡ് അഡാപ്റ്റേഷൻ. അതായത് ഒരു ജീവിക്ക് എന്താണ്? അവയുടെ ചുറ്റുപാടുമായി ജീവിച്ചു പോകാൻ സഹായിക്കുന്ന ചില ശാരീരിക പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അവയെയാണ് അഡാപ്റ്റേഷൻ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ലില്ലിയും ഫ്രോഗും തമ്മിലുള്ള കോൺവെർസേഷനാണ്. എന്തൊക്കെയാണ് അവർ തമ്മിൽ പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സ്കാൾസ് ഇൻ അവർ സ്റ്റെം. ലില്ലി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ സ്റ്റെമ്മിൽ, അതായത് തണ്ടിൽ വായു അറകൾ ഉള്ളതിനാൽ വെള്ളത്തിൽ പൊന്തി നിൽക്കാൻ കഴിയുന്നു. ഫ്രോഗ് എന്തപ്പോൾ പറഞ്ഞേ? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഞങ്ങളുടെ ഫിംഗേഴ്സ് ഞങ്ങളുടെ സ്കിന്നുമായി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതിനാൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയുന്നു. ഇതെന്താണ്? വാട്ടർ ലില്ലിയുടെയും ഫ്രോഗിൻ്റെയും അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് ആണല്ലേ. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലില്ലി ആൻഡ് ദി ഫ്രോഗ്? വാട്ടർ ലില്ലിയും ഫ്രോഗും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻസ്. അവയുടെ മറ്റ് അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് എഴുതണം. ഫസ്റ്റ് നമുക്ക് വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻ ഫീച്ചർ നോക്കാം. ദി സ്റ്റെംസ് ഹാവ് എയർ സ്പേസസ് ഇൻസൈഡ് വിച്ച് ഹെൽപ്സ് ദ പ്ലാന്റ് ഫ്ലോട്ട്. നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ? അവയുടെ സ്റ്റെംസിന് എന്താണ്? എയർ സ്പേസസ് ഉണ്ട്. വായു അറകൾ ഉള്ളതിനാൽ അവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നു. ദെയർ ഫ്ലാറ്റ് ലീവ്സ് ഫ്ലോട്ട് ഓൺ ടു ഗെറ്റ് സൺലൈറ്റ്. അവയുടെ പരന്ന ഇലകൾക്ക് എന്താണ്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്തത് നമുക്ക് ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് നോക്കാം.
ദെയർ വെബ്ഡ് ഫീറ്റ് ഹെൽപ്സ് ഫോർ സ്വിമ്മിങ്. അവയുടെ വല പോലെയുള്ള പരന്ന കാലുകൾക്ക് എന്താണ്? നീന്താനുള്ള കഴിവുകളുണ്ട്. ദെയർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഇറ്റ് ഹെൽപ്സ് ടു സ്വിം ഇൻ വാട്ടർ. അവയുടെ ഫിംഗേഴ്സിന് എന്താണ്? നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ? സ്കിന്നുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതിനാൽ അവയ്ക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയും. ഒബ്സർവ് ദി പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. വേർ ഡു ദീസ് അനിമൽസ് ലീവ്? ഈ അനിമൽസ് എവിടെയാണ് ജീവിക്കുന്നത്? ഗോട്ട് എവിടെയാണ് ജീവിക്കുക? ലാൻഡിൽ അല്ലേ. പ്രോൺസ് വെള്ളത്തിൽ. ടർട്ടിലോ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ജീവിയാണ് ടർട്ടിൽ. റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ അനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ടേബിൾ. നിങ്ങൾക്ക് പരിചയമുള്ള അനിമൽസിൻ്റെ നെയിംസ് ഈ ടേബിളിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ അനിമൽസിൻ്റെയാണ് പേര് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? അനിമൽസ് ലിവ് ഓൺ ലാൻഡ്. കരയിൽ ജീവിക്കുന്ന ജീവികൾ. അനിമൽസ് ലിവ് ഓൺ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ. അനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ. കരയിൽ ജീവിക്കുന്ന ജീവികളുടെ ഏതെങ്കിലും ഒരു 4 പേര് പറയൂ. ഏതൊക്കെയാണ്? ക്യാറ്റ്, ഡോഗ്, കൗ, എലിഫൻറ്റ്. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഫിഷ്, ഒക്ടോപ്പസ്, ഷാർക്ക്, ഓയിസ്റ്റർ. അടുത്തത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഫ്രോഗ്, ടർട്ടിൽ, ക്രോക്കഡൈൽ, സ്നേൽ. Animals lives also in deserts and polar regions. What are their adaptations? അതായത് മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവിക്കുന്ന ജീവികളുണ്ട്. ധ്രുവപ്രദേശം പറഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലങ്ങൾ. എന്തൊക്കെയായിരിക്കും അവയുടെ അഡാപ്റ്റേഷൻസ്? ഇവിടെ ക്യാമൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ക്യാമൽ എവിടെയാണ് ജീവിക്കുക? മരുഭൂമിയിൽ അല്ലേ. മരുഭൂമിയിൽ ജീവിക്കാൻ ക്യാമലിന് വേണ്ട അനുകൂലനം എന്താണെന്ന് നോക്കാം. ഇവിടെ ക്യാമൽ എന്താ പറയുന്നത്? ദ ഫാറ്റ് in our hump help us to survive in the desert for days without drinking water. ദിവസങ്ങളോളം മരുഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ മുതുകിൽ കാണുന്ന കൊഴുപ്പിൻ്റെ സഹായത്തോടെയാണ്. പെൻഗ്വിൻ്റെ അഡാപ്റ്റേഷൻ ഫീച്ചർ എന്താണ്? ദ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്റ്റ് us ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ ദ പോളാർ റീജിയൻസ്. ഞങ്ങളുടെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ തണുപ്പിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ഇവയാണ് ക്യാമലിൻ്റെയും പെൻഗ്വിൻ്റെയും അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ്. ഫൈൻഡ് അതർ അഡാപ്റ്റേഷൻസ് ഓഫ് ക്യാമൽ ആൻഡ് പെൻഗ്വിൻ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ടേബിൾ. ക്യാമലിൻ്റെയും പെൻഗ്വിൻ്റെയും മറ്റ് അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫ്ലാറ്റ് ആൻഡ് ലാർജ് ഫീറ്റ്. പരന്നതും നീളമുള്ളതുമായ കാലുകളാണ്. അവ എന്തിനെ സഹായിക്കുക? മരുഭൂമിയിലെ മണ്ണിൽ നടക്കാൻ സഹായിക്കുന്നു. തിക്ക് കോട്ട് ഹെയർ. നല്ല കനമുള്ള രോമങ്ങളാണ്. അവ എന്താണ്? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു. ലോങ് ഐലാഷസ്. നല്ല നീളമുള്ള കൺപീലികളാണ്. അവ എന്തിനെ സംരക്ഷിക്കുന്നത്? മരുഭൂമിയിലെ പൊടിയിൽ നിന്നും സംരക്ഷിക്കുന്നു. അടുത്തത് പെൻഗ്വിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രീം ലൈംഡ് ബോഡി. നമ്മൾ ഫിഷിൻ്റെ ഷേപ്പ് പഠിച്ചില്ലേ? സ്ട്രീം ലൈം ഷേപ്പാണെന്ന്. അതേപോലത്തെ ശരീരാകൃതി പെൻഗ്വിനെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? വാട്ടർ പ്രൂഫ് ഫെതേഴ്സ്. അവയുടെ ചിറകുകളിൽ വെള്ളം നിൽക്കാൻ അനുവദിക്കില്ല. ആൻഡ് ലാസ്റ്റ് വൺ ഹെവി സോളിഡ് ബോൺസ്. നല്ല കനമുള്ള എല്ലുകൾ എന്താണ്? അവയ്ക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകാനുള്ള ഹെൽപ്പ് നൽകുന്നു. എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. കങ്കാരു റാറ്റ്. ദ കങ്കാരു റാറ്റ് ഈസ് എ സ്മാൾ ആനിമൽ ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ചെറിയ തരം എലിയാണ് കങ്കാരു റാറ്റ്. ഇറ്റ് ഹാസ് മെനി അഡാപ്റ്റേഷൻസ് ഫോർ ലിവിങ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ജീവിക്കുന്നതിന് ഇവയ്ക്ക് ധാരാളം അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇറ്റ് ഡിഗ്സ് വെരി ഡീപ്പ് ബുറോസ് ടു സർവൈവ് ദ ഹീറ്റ് ഓഫ് ദി ഡേ ആൻഡ് ലിവ്സ് ഇൻസൈഡ് ദം. പകൽ സമയങ്ങളിലുള്ള ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി ഇവ എന്താ ചെയ്യുന്നത്? നല്ല ആഴത്തിലുള്ള മാളങ്ങൾ ഉണ്ടാക്കി അതിൽ ജീവിക്കുന്നു. ഇറ്റ് ഹൺസ് ഫോർ പ്രേ അറ്റ് നൈറ്റ്. ഇവ രാത്രികാലങ്ങളിലാണ് ഇര തേടി ഇറങ്ങുന്നത്. ഇറ്റ് ക്യാൻ ലിവ് വിത്തൗട്ട് ഡ്രിങ്കിങ് എനി വാട്ടർ. വെള്ളം ഒന്നും തന്നെ കുടിക്കാതെ ജീവിക്കാനും ഇവയ്ക്ക് കഴിയും. ഇറ്റ് ഗെറ്റ്സ് ദ വാട്ടർ ഇറ്റ് നീഡ്സ് ഫ്രം ഇറ്റ്സ് മെയിൻ ഫുഡ് സച്ച് ആസ് ഗ്രെയിൻസ്, സീഡ്സ് ആൻഡ് ആൾസോ ഫ്രം ഇറ്റ്സ് ബോഡി ഫാറ്റ്. ഇവയുടെ പ്രധാന ആഹാരങ്ങളായ വിത്ത്, ധാന്യം, അതേപോലെ ഇവയുടെ ശരീരത്തിലെ ഫാറ്റിൽ നിന്നും ഇവയ്ക്ക് വേണ്ട വെള്ളം ലഭിക്കുന്നു.
വാട്ടർ ലോസ് ത്രൂ സ്വെറ്റ് ഓർ യൂറിൻ ഈസ് വെരി ലോ. അതായത് ശരീരത്തിൽ നിന്നും വിശർപ്പിലൂടെയും മൂത്രത്തിലൂടെയും വെള്ളം പോകുന്ന അളവ് വളരെ കുറവായിരിക്കും. ഇറ്റ് മൂവ്സ് ബൈ ഹോപ്പിംഗ് ലൈക്ക് എ കങ്കാരു യൂസിങ് ഇറ്റ്സ് ലോങ് ഹിൻഡ് ലെഗ്സ്. അവയുടെ പിൻകാലുകൾ കൊണ്ട് കങ്കാരുവിനെ പോലെ ചാടിയാണ് ഇവ പോകുന്നത്. ഇറ്റ് ക്യാൻ സ്റ്റോർ ഗ്രെയിൻസ് ആൻഡ് സീഡ് ഇൻ ദ പൗച്ച് ഇൻ ഇറ്റ്സ് ചീക്സ്. ഇവയുടെ കവിളിലുള്ള ഒരു പൗച്ചിൽ സഞ്ചി പോലെയുള്ളൊരു ഭാഗമുണ്ട്. അതിൽ അവയ്ക്ക് വേണ്ട ധാന്യങ്ങളും വിത്തുകളും എല്ലാം ശേഖരിച്ച് വയ്ക്കും. ഇവിടെ നോക്കൂ, ഒരു കൊക്കും ഒരു ഫിഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലിവ് ഇൻ ദി ഫീൽഡ്. കൊക്ക് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ വയലിൽ ജീവിക്കാനുള്ളതെല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദി പോണ്ട്. അപ്പോൾ ഫിഷ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ഈ കുളത്തിൽ നിന്നും കിട്ടാറുണ്ട്. വാട്ട് ഡസ് എ സ്ട്രോ ഗെറ്റ് ഫ്രം ദി ഫീൽഡ്? വയലിൽ നിന്ന് കൊക്കിന് എന്തൊക്കെ ലഭിക്കും? നോക്കാം. സ്മാൾ ഓർഗാനിസംസ്, ഫിഷ്, വാട്ടർ വോംസ്. എന്തൊക്കെയാണ്? ചെറിയ ജീവികളെയും മീനുകളെയും അതേപോലെ മണ്ണിരയെയും ലഭിക്കും. വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദി പോണ്ട്? കുളത്തിൽ നിന്ന് മീനിന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പ്ലേസ് ടു ലിവ്, ജീവിക്കാനുള്ള സ്ഥലം, ഓക്സിജൻ, ഫുഡ്. ഇത്രയും കാര്യങ്ങളാണ് ഫിഷിന് പോണ്ടിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തത് നോക്കൂ, എന്താണ് ഹാബിറ്റേറ്റ്? ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഇൻ ഇറ്റ്സ് ഹാബിറ്റേറ്റ്. ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുക. അതായത് വാസസ്ഥലം അല്ലെങ്കിൽ ആവാസം. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസംസ് നീഡ് ടു സർവൈവ്. ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും എവിടെയുണ്ട്? ഹാബിറ്റേറ്റിലുണ്ട്. അതായത് അവയുടെ വാസസ്ഥലത്തുണ്ട്. പോണ്ട്സ്, റിവേഴ്സ് ആൻഡ് ഫീൽഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഹാബിറ്റേറ്റ്സിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കുളങ്ങൾ, പുഴകൾ, അതേപോലെ വയലുകൾ. ഡിസ്കസ്, ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഹാബിറ്റേറ്റ്സിനുള്ള കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തൂ. ഏതൊക്കെയാണ് മറ്റ് ഹാബിറ്റേറ്റ്സ്? നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ? ട്രീ, പോണ്ട്, ഫീൽഡ്, കനാൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹാബിറ്റേറ്റ്സ് കാണാനുണ്ട് അല്ലേ? എന്തൊക്കെയാണവ? പോണ്ട്, അതുപോലെ ക്യാമൽ എവിടെ നിൽക്കുന്നത്? ഡെസേർട്ട്, പോളാർ റീജിയൻ, സീ, റിവർ, അങ്ങനെ ഒരുപാട് ഹാബിറ്റേറ്റ്സ് ഉണ്ട് അല്ലേ ഈ പിക്ചറിൽ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ്? മറ്റ് തരത്തിലുള്ള ഹാബിറ്റേറ്റ്സ് ഏതൊക്കെയാണ്? പോണ്ട്, റിവർ, ട്രീ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എ ഫീൽഡ് ഈസ് എ ഹാബിറ്റേറ്റ്. ഒരു വയൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാബിറ്റേറ്റ് ആണ്. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്. ഇതിൽ ഒരുപാട് ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ ഘടകങ്ങളുണ്ടായിരിക്കും. എവിടെ? വയലിൽ. വിച്ച് ആർ ദേ? ഏതൊക്കെയാണവ? ഈ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് അല്ലേ? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, ലിവിങ് തിങ്സ്. ഫീൽഡിലുള്ള ജീവനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാന്റ്സ്, ഫിഷ്, ബേർഡ്സ്. അടുത്തത് നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? സോയിൽ, വാട്ടർ, സ്റ്റോൺസ്. ഇത്രയുമാണ് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ. അതായത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ദർ ആർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്സ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും പ്രകൃതിദത്തമായിട്ടുള്ളതുമായ ഹാബിറ്റേറ്റ്സ് ഉണ്ട്. ഫോറസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിന് ഉദാഹരണമാണ്. വാട്ട് അബൌട്ട് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലുള്ള ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്താണ്? മാൻമെയ്ഡ് ഹാബിറ്റേറ്റ് ആണ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഹാബിറ്റേറ്റാണ് ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ്. പ്രകൃതിദത്തപരമായിട്ടുള്ളതും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹാബിറ്റേറ്റ്സിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതും. നാച്ചുറൽ ഹാബിറ്റേറ്റ്സിന് ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഫോറസ്റ്റ്, റിവർ, മെഡോസ്. കാടുകളും പുഴകളും പുൽമേടുകളും നാച്ചുറൽ ഹാബിറ്റേറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പോണ്ട്, ഗാർഡൻ, ഡാം. കുളങ്ങളും ഉദ്യാനങ്ങളും ഡാമും എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹാബിറ്റേറ്റ് ആണ്.
എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഒരു ഹാബിറ്റേറ്റിൽ ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ ഘടകങ്ങളുണ്ട്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സ്. അതായത് ചെടികളും മൃഗങ്ങളും ചെറുജീവികളൊക്കെ എന്താണ്? ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ ദ നോൺ ലിവിങ് തിങ്സ്. അതായത് മണ്ണ്, വായു, ജലം എന്നിവ എന്താണ്? ജീവനില്ലാത്ത ഘടകങ്ങൾക്കും ഉദാഹരണമാണ്. അപ്പോൾ എന്താണ്? ഒരു ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും കൂടിച്ചേരലാണ് ഒരു ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഡു ലിവിങ് തിങ്സ് ഡിപ്പെൻഡ്സ് ഓൺ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ്? എയർ, വാട്ടർ, സോയിൽ എന്നീ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? സിമിലർലി ലിവിങ് തിങ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ. അതേപോലെ തന്നെ എന്താണ്? ജീവനുള്ള ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് കഴിയുന്നുണ്ട്. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ആൻ ഏരിയ ലിവ് ഇൻ ഇൻ്റർ ഡിപ്പെൻഡൻസ്. അതായത് എന്താണ്? ഒരു പ്രദേശത്ത് കഴിയുന്ന ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ പരസ്പരം ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്. അപ്പോൾ ഇതിന്ന് എന്താ മനസ്സിലായേ? ഒരു ഹാബിറ്റേറ്റിലെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. ഒബ്സർവ് ദി പിക്ചർ. ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡ്രോ ലൈൻസ് ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അവ തമ്മിൽ കണക്ട് ചെയ്ത് വരഞ്ഞ് ഒരു നോട്ട് തയ്യാറാക്കൂ. ഈ പിക്ചറിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തന്നിട്ടുണ്ട്. ഇവ എങ്ങനെയാണ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നത്? ഇവിടെ നോക്കൂ. ഈ പ്ലാന്റിന് വളരണമെങ്കിൽ എന്താവശ്യമാണ്? സൂര്യപ്രകാശം ആവശ്യമാണ് അല്ലേ? അപ്പോൾ സൺലൈറ്റിനെ ആശ്രയിച്ചിട്ടാണ് പ്ലാന്റ് വളരുന്നത്. പ്ലാന്റിനെ ആശ്രയിച്ചിട്ട് എന്താണ് നിൽക്കുന്നത്? ഗ്രാസ് ഹോപ്പർ അല്ലേ? ഈ പ്ലാന്റിനെ ആശ്രയിച്ചിട്ടാണ് പുൽച്ചാടി ജീവിക്കുന്നത്. ഗ്രാസ് ഹോപ്പറിനെ ആരാണ് ഭക്ഷിക്കുന്നത്? ഫ്രോഗ്. ഫ്രോഗിനെ ആരാണ് ഭക്ഷിക്കുക? സ്നേക്ക്. സ്നേക്കിനെ ആരാണ് ഭക്ഷിക്കുക? ഈഗിൾ. അങ്ങനെ ഈ പിക്ചറിൽ തന്നിട്ടുള്ള ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ആശ്രയിച്ച് കഴിയുന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു ഭക്ഷ്യശൃംഖലയാണല്ലേ? അതായത് ഒരു ഫുഡ് ചെയിൻ ആണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് ചെയിൻ വരുന്നത്? സൺലൈറ്റ്, പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. ഇങ്ങനെയാണ് ഫുഡ് ചെയിൻ വരുന്നത്. എന്താണ് എക്കോസിസ്റ്റം? An ecosystem is an environment where living and non-living things live in interdependence. എന്ന് വെച്ചാൽ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് കഴിയുന്നതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ട്രീസ്, ഫീൽഡ്സ്, പോണ്ട്സ്, സ്ട്രീംസ്, ഹിൽസ്, സാക്രഡ് ഗ്രോവ്സ് ആർ സ്മാൾ എക്കോസിസ്റ്റംസ്. ചെറിയ എക്കോസിസ്റ്റംസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മരങ്ങൾ, വയലുകൾ, കുളങ്ങൾ, അരുവികൾ, അതുപോലെ കാവുകൾ എന്നിവ. ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്സ്, ഡെസേർട്സ്, സീസ് ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ്. അതുപോലെ വലിയ എക്കോസിസ്റ്റംസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കാടുകൾ, പുൽമേടുകൾ, മരുഭൂമി, കടൽ, അതുപോലെ പോളാർ റീജിയൻസ് എന്നിവ. വാട്ട് ഈസ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഒരു എക്കോസിസ്റ്റത്തിലെ ഇൻ്റർ ഡിപ്പെൻഡൻസ് എങ്ങനെയൊക്കെയാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. അതായത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ ആശ്രയിച്ച് കഴിയുന്നു. സൺലൈറ്റിനെ ആശ്രയിച്ച് ആരാണ് കഴിയുന്നത്? പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സും ആനിമൽസ്, ഹ്യൂമൻസിനൊക്കെ സൺലൈറ്റിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിലൊരു ഇൻ്റർ ഡിപ്പെൻഡൻസ് വന്നു. മറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ബിറ്റ്വീൻ ലിവിങ് തിങ്സ്, അതായത് ജീവനുള്ള ഘടകങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതുപോലെ ഗ്രാസ് ഹോപ്പറിനെ ആരാണ് ഭക്ഷിക്കുന്നത്? ഫ്രോഗ് അല്ലേ? ഫ്രോഗിനെ ആരാണ് ഭക്ഷിക്കുന്നത്? സ്നേക്ക്. അങ്ങനെ ജീവനുള്ള ഘടകങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസും ഇതിന് ഉദാഹരണമാണ്. മറ്റൊരു എക്സാമ്പിളാണ് ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ്, അതായത് ജീവനില്ലാത്ത ഘടകങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ്. ഫോർ എക്സാമ്പിൾ റെയിൻ ആൻഡ് ട്രീസ്. മഴ ഉണ്ടെങ്കിലാണ് ചെടികൾ വളരുന്നത് അല്ലെങ്കിൽ മരങ്ങൾ വളരുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റംസ്. എക്കോസിസ്റ്റത്തിൻ്റെ നാശം. എങ്ങനെയാണ് എക്കോസിസ്റ്റംസ് ഒക്കെ നശിക്കുന്നത്? നമുക്ക് ചുറ്റും കാണുന്ന വയലുകളും കുന്നുകളും ഒക്കെ നശിച്ചും കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവയൊക്കെ ആരാണ് നശിപ്പിക്കുന്നത്? നമ്മൾ മനുഷ്യർ തന്നെയാണ്. എങ്ങനെയാണത് നശിച്ചു പോകുന്നത്? നോക്കാം.
യു ക്യാൻ സീ അസ് ഇൻ മെനി ഏരിയസ് ഇൻ യുവർ പ്ലേസ്. നിങ്ങളുടെ നാട്ടിൽ പലയിടത്തും എന്നെ കാണാം. ഈസ് ദർ എനിവൺ ഹു ഹാസൻ ക്ലിംഡ് എ ഹിൽ. കുന്നുകൾ കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? വി പ്രൊവൈഡ് ഹാബിറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ് ഫ്രം എർത്ത് വർംസ് ടു ഫോക്സസ് ആൻഡ് ആൾസോ ഫോർ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. മണ്ണിര മുതൽ കുറുനരി വരെയുള്ള ജീവികൾക്കും കൂടാതെ മറ്റു സസ്യങ്ങൾക്കും ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. വി സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് ലേറ്റർ പ്രൊവൈഡ് ദാറ്റ് വാട്ടർ ടു വെൽസ്, സ്ട്രീംസ് ആൻഡ് ഫീൽഡ്സ്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ മഴവെള്ളം സംഭരിക്കുകയും അത് പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും നൽകുകയും ചെയ്യുന്നു. വി ക്യാൻ കൺട്രോൾ ദ വിൻഡ് ആൻഡ് റെഡ്യൂസ് ദ ഹീറ്റ്. ഞങ്ങൾക്ക് കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും കഴിയും. ഡോണ്ട് യു സീ വി ആർ ഇൻ ഗ്രേറ്റ് ക്രൈസിസ് ടുഡേ. നിങ്ങൾക്കറിയുമോ, ഇന്ന് ഞങ്ങൾ വലിയൊരു പ്രതിസന്ധി നേരിടുന്നു. ഡു യു റിയലൈസ് അവർ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയുമോ? ഇവിടെ നോക്കൂ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് പിക്ചറിൽ കാണിക്കുന്നത്? ഒരു ഹില്ലിനെ ഇടിച്ച് നിരത്തുന്നതാണ് അല്ലേ? ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കുറേ ജീവികൾക്കും പ്ലാന്റ്സിനൊക്കെ നാശനഷ്ടം സംഭവിക്കും. നമ്മുടെ എക്കോസിസ്റ്റം തന്നെ ഇല്ലാതാവും. വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്ട്സ് വാനിഷിംഗ് ഓഫ് ഹിൽസ്. കുന്നുകൾ നികത്തുന്നത് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണുള്ളത്? എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? മരങ്ങളും ചെടികളും നഷ്ടപ്പെടും അല്ലേ? അതേപോലെ ജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടും. മഴയുടെയും നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെയും അളവ് കുറയും. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. വാട്ട് ആർ ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നുകളുടെ നികത്തൽ. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. പിന്നെന്തൊക്കെ കാരണങ്ങളായിരിക്കും? ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണം. മൈനിങ് പറഞ്ഞാൽ ഖനനം. അതുപോലെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഭൂമിക്ക് ആവശ്യത്തിലധികം വേസ്റ്റ്, ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തള്ളുമ്പോഴും എന്താണ്, നമ്മുടെ എക്കോസിസ്റ്റത്തിന് ദോഷങ്ങളാണ്. പൊല്യൂഷൻ എന്ന് വെച്ചാൽ മലിനീകരണം. ലിസൺ ടു വാട്ട് ആൻ എർത്ത് വാം സേസ്. എർത്ത് വാമിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കൂ. വി ആർ നോൺ ആസ് ദ ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്. ഞങ്ങൾ കർഷകരുടെ മിത്രമാണെന്നാണ് അറിയപ്പെടുന്നത്. നൗ വി കാനോട്ട് ലിവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ മലിനീകരണം കാരണം ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. ഹാവ് യു റീഡ് വാട്ട് ദ എർത്ത് വാം സെഡ്. മണ്ണിര എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ വായിച്ചില്ലേ? വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. നിങ്ങളുടെ വീട്ടിലും ചുറ്റുപാടുമായി എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ധാരാളം പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും അല്ലേ? പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ മരുന്നിൻ്റെ സ്ട്രിപ്സ്, അങ്ങനെ കുറേ അധികം വേസ്റ്റുകളുണ്ടാവും. ഫൈൻഡ് ഔട്ട് ദി വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് കണ്ടെത്തി എഴുതൂ. ഒബ്സർവ് ദി പിക്ചർ. ഈ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളൊന്ന് നോക്കൂ. എന്താണ് അതിൽ കാണുന്നത്? വയലുകളിൽ കീടനാശിനികൾ അടിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ പുഴയുടെ കരയിൽ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കിടക്കുന്നുണ്ട്. ഈസ് ഇൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു ദ സറൗണ്ടിങ് ഹാംഫുൾ ടു ദ ഹാബിറ്റേറ്റ്സ്. അതായത് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഇതേപോലെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നത് എന്താണ്, നമ്മുടെ ഹാബിറ്റേറ്റ്സിന് ദോഷമാണോ? എന്താണ്, ദോഷമാണ് അല്ലേ? നമ്മുടെ മണ്ണിനും വെള്ളത്തിനൊക്കെ അത് ഹാംഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദി സോയിൽ. മണ്ണ് മലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതൂ. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്. വയലുകളിലുള്ള അമിതമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം. മറ്റൊരു ദോഷം എന്താണ്? എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ അമിതമായുള്ള രാസവള പ്രയോഗം. അതും എന്താണ്, നമ്മുടെ മണ്ണിന് ദോഷമാണ്. ബൈ ത്രോയിങ് പ്ലാസ്റ്റിക് ഇൻ ടു സോയിൽ. അതായത് പ്ലാസ്റ്റിക് എന്താണ്, മണ്ണിലേക്ക് വലിച്ചെറിയുന്നതും സോയിൽ പൊല്യൂഷന് കാരണമാണ്. ഡിസ്ട്രോയിങ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ചെടികളുടെയും മരങ്ങളുടെയും നശീകരണവും എന്താണ്, സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. ഹൗ ഡസ് സോയിൽ പൊല്യൂഷൻ എഫക്റ്റ് ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തെ എങ്ങനെയാണ് മണ്ണ് മലിനീകരണം എഫക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? എഫക്ട്സ് ദ സർവൈവൽ ഓഫ് ഓർഗാനിസംസ്. അതായത് ജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. അതുപോലെ എഫക്ട്സ് ദ സർവൈവൽ ഓഫ് ട്രീ. മരങ്ങളുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്നു.
വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് വിച്ച് ഗെറ്റ് പൊല്യൂട്ടഡ് ലൈക്ക് ദിസ് ഇൻ അവർ സറൗണ്ടിങ്സ്? നമ്മുടെ ചുറ്റുപാട് നശിക്കുന്നതിന് മറ്റെന്തെല്ലാം കാരണങ്ങളുണ്ട്? ഏതൊക്കെ നോക്കാം. സ്മോക്ക് ഫ്രം വെഹിക്കിൾസ് ആൻഡ് ഫാക്ടറീസ്, അതായത് വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വരുന്ന പുക. വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ്ഡ് ഫ്രം ഫാക്ടറീസ്, ഫാക്ടറികളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലവും എന്താണ്, നമ്മുടെ സറൗണ്ടിങ്സ് പൊല്യൂഷൻ ആവാൻ കാരണമാകുന്നു. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ, അതായത് വായുമലിനീകരണം കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് ഹാംഫുൾ എഫക്റ്റ് ഓൺ അവർ ഹെൽത്ത്. എയർ പൊല്യൂഷൻ എന്താണ്, നമ്മുടെ ആരോഗ്യത്തെ തന്നെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നു, ദോഷകരമായി ബാധിക്കുന്നു. എവറി ഇയർ അബൌട്ട് 7 million people ഡൈ ഇൻ ദ വേൾഡ് ഡ്യൂ ടു വാരിയസ് ഡിസീസസ് കേസ്ഡ് ബൈ എയർ പൊല്യൂഷൻ. എന്താണ്, എയർ പൊല്യൂഷൻ കാരണം ലോകത്തിൽ തന്നെ എന്താണ് 7 million ആളുകൾ എല്ലാ വർഷവും മരിക്കുന്നുണ്ട്. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് എ ഹാംഫുൾ എഫക്റ്റ് നോട്ട് ഓൺലി ഓൺ ഹ്യൂമൻസ് ബട്ട് ആൾസോ ഓൺ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യന് മാത്രമല്ല ജീവികൾക്കും മരങ്ങൾക്കും ദോഷമാണ്. ഹാംഫുൾ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ആർ ഡിക്ലൈനിങ് ക്രോപ്പ് yields, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലഷൻ എക്സെട്ര. എന്താ ഇതിൽ പറയുന്നത്, കാർഷിക വിളകൾ കുറയുന്നതിനും ഗ്ലോബൽ വാർമിങ്ങിനും ഓസോൺ പാളികൾക്കും അതുപോലെ ആസിഡ് മഴ ഉണ്ടാകുന്നതിനും ഈ എയർ പൊല്യൂഷൻ കാരണമാകുന്നു. ഒബ്സർവ് ദി പിക്ചേഴ്സ്. താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് അതിൽ കാണിക്കുന്നത്, ഒരു ബോട്ട് പോകുന്നതും അതുപോലെ എന്താണ് മലിനജലം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നതും കാണാം. ഇൻ വിച്ച് സർക്കംസ്റ്റൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വെള്ളം മലിനമാകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ്, ഫാക്ടറികളിൽ നിന്നും വരുന്ന മലിനമായ ജലം പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത് എന്താണ്, വാട്ടർ പൊല്യൂഷന് കാരണമാണ്. അതേപോലെ പ്ലാസ്റ്റിക്കുകൾ വെള്ളത്തിലേക്ക് എറിയുന്നതും വെള്ളം മലിനമാകാൻ കാരണമാകുന്നു. ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ എഫക്റ്റ് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? എങ്ങനെയാണ് ജലമലിനീകരണം മനുഷ്യനെയും മറ്റ് ജീവികളെയും ബാധിക്കുന്നത്? വാട്ടർ ബിക്കംസ് പൊല്യൂട്ടഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വാരിയസ് കെമിക്കൽസ് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. അതായത് എന്താണ്, രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ജലം മലിനമാകുന്നു. പൊല്യൂട്ടഡ് വാട്ടർ കേസസ് വാരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസസ്. മലിനമായ ജലത്തിൻ്റെ ഉപയോഗം എന്താണ്, പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഹെൽത്ത് ഇഷ്യൂസിനും കാരണമാകുന്നു. വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ കെമിക്കൽസ്, പെട്രോളിയം എക്സെട്ര കേസസ് വാട്ടർ പൊല്യൂഷൻ. എന്താണ്, വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റുകളും അതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ്, കെമിക്കൽസ്, പെട്രോളിയം എന്നിവയും വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. ദ ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു പൊല്യൂഷൻ. അതുപോലെ എന്താണ്, വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതും വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. ദിസ് ഈസ് എ ത്രെറ്റ് ടു ലീവ്സ് ഓഫ് ഓർഗാനിസം ലിവിങ് ഇൻ വാട്ടർ. വാട്ടർ പൊല്യൂഷൻ എന്താണ്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്നു. നാച്ചേഴ്സ് ഫ്യൂരി, കലിതുള്ളിയ പ്രകൃതി. അവർ ഹൗസ് വാസ് ഓൺ എ ഹിൽ സൈഡ്. ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. അവേഴ്സ് ഈസ് ആൻ ഏരിയ ദാറ്റ് റിസീവ്സ് ഗുഡ് റെയിൻഫാൾ. നന്നായി മഴ കിട്ടുന്ന പ്രദേശമായിരുന്നു ഞങ്ങളുടേത്. ദി മൺസൂൺ റെയിൻ വാസ് ലാഷിംഗ് ഡൗൺ വിത്തൗട്ട് എനി സ്റ്റോപ്പ്. മൺസൂൺ റെയിൻ പറഞ്ഞ എന്താണ്, ഇടവപ്പാതി നിൽക്കാതെ പെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. നല്ല ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ ഹാഡ് ആൾസോ റൈസൺ. പുഴയിലെ ജലനിരപ്പ് എല്ലാം ഉയർന്നിട്ടുണ്ട്. ഇഫ് ദി വാട്ടർ ലെവൽ റോസ് ഫർദർ അവർ ഹൗസ് വുഡ് ബി ഫ്ലൂഡഡ്. ഇനിയും ഇങ്ങനെ മഴ പെയ്താൽ ഞങ്ങളുടെ വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങും. ഇൻ ദി ഈവനിങ് ഇറ്റ് ബിഗൺ ടു റെയിൻ സെവറലി. അതായത് എന്താണ്, വൈകുന്നേരം ആയപ്പോഴേക്കും മഴ നല്ല ശക്തമായി പെയ്യാൻ തുടങ്ങി. ദർ വാസ് നോ ഇലക്ട്രിസിറ്റി. വൈദ്യുതിയും ഇല്ല. വി വർ അഫ്രൈഡ് ഓഫ് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ റെയിൻ കണ്ടിന്യൂഡ്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരുന്നാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പേടിയാവാൻ തുടങ്ങി. വി വർ പേയിങ് അറ്റൻഷൻ ടു ദ ഡേഞ്ചർ വാർണിംഗ്സ്. അപകട മുന്നറിയിപ്പുകൾ തരുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വി നോട്ടീസ്ഡ് ദാറ്റ് ദ പെറ്റ്സ് ഇൻ ദ ഹൗസസ് വർ ഡിസ്റ്റർബ്ഡ് ആൻഡ് മേക്കിംഗ് അൺയൂഷ്വൽ നോസസ്. വീട്ടിലുള്ള മൃഗങ്ങളൊക്കെ എന്താണ്, ഭയപ്പെട്ടുകൊണ്ട് അസ്വസ്ഥരായി നിൽക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു.
Realizing the danger, my parents took us to a relative's house, a short distance away from ours. അപകടം മനസ്സിലാക്കിയ അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. The rain did not stop. മഴ നിൽക്കുന്നേയില്ല. We fell asleep. ഞങ്ങൾ അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. It was the early morning that we heard the shocking news. പുലർച്ചെ ആയപ്പോഴാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടത്. Many people died in landslide. ലാൻഡ്സൈഡിലുള്ള ആളുകളെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. The destructive power of that huge natural disaster washed away our house, school, some friends, relatives and the entire village. ആ പ്രകൃതി ദുരന്തത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും സ്കൂളും റിലേറ്റീവ്സിനെയും ഞങ്ങളുടെ ഗ്രാമത്തെയും തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹാവ് യു റീഡ് ആദിസ് ഡയറി? ആദി എഴുതിയ ഒരു ഡയറിയാണിത്. ആദിയുടെ വില്ലേജിലുണ്ടായ ഉരുൾപൊട്ടലിലും മഴവെള്ളപ്പാച്ചിലിലും അന്ന് സംഭവിച്ച കാര്യങ്ങളാണ് അവൻ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? വിച്ച് ആൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡു യു നോ? ഫൈൻഡ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അത് നമ്മൾ കണ്ടെത്തി എഴുതണം. ലാൻഡ്സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ. എർത്ത് കേക്ക് ഭൂമി കുലുക്കം. ഫോറസ്റ്റ് ഫയർ കാട്ടുതീ. ഫ്ലൂഡ്സ് വെള്ളപ്പൊക്കം. സുനാമി അതുപോലെ സൈക്ലോൺ അതായത് കൊടുങ്കാറ്റ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ് ഗ്രേറ്റ് ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ് ആൻഡ് ലിവിങ് തിങ്സ്. പ്രകൃതി ദുരന്തം മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഒക്കർ ഡ്യൂ ടു നാച്ചുറൽ കോസസ് ഓർ ഹ്യൂമൺ ഇൻ്റർഫറൻസ്. മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഇടപെടൽ മൂലമോ പ്രകൃതിപരമായി തന്നെയോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാവുന്നതാണ്. ഒബ്സർവ് ദി കോളേജ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്തിനെ കുറിച്ചിട്ടുള്ളതാണത്? മഴക്കെടുതികളെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളാണ് ഇതിൽ തന്നിരിക്കുന്നത് അല്ലേ? വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് എ ഫ്ലൂഡ് വാർണിംഗ് ഈസ് റിസീവ്ഡ്. ഒരു വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? There are systems to give warnings about natural disasters. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകാൻ ഇപ്പോൾ പല സംവിധാനങ്ങളുമുണ്ട്. If precautions are taken based on these warnings, it is possible to provide protection to life and environment. ഈ വാർണിങ്സിനനുസരിച്ച് നമ്മൾ മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ജീവനും എൻവയോൺമെൻറ്റിനും തന്നെ നമുക്ക് സംരക്ഷണം ലഭിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം. കൗണ്ട്ലെസ് ഓർഗാനിസംസ് ആർ ദർ ഓൺ ലാൻഡ് ആൻഡ് ഇൻ സീ. കരയിലും കടലിലുമായി എന്താണ്? ധാരാളം ജീവികളുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു സീ ദം ലിവിങ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. അവ പ്രകൃതിയുമായി ഇണങ്ങിക്കഴിയുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. ഓർഗാനിസംസ് ഫൈൻഡ് ദെയർ ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ് ഫ്രം ദ എക്കോസിസ്റ്റം. ജീവികൾ അവയ്ക്ക് വേണ്ട ആഹാരവും വാസസ്ഥലവും കണ്ടെത്തുന്നത് എക്കോസിസ്റ്റത്തിൽ നിന്നാണ്. എക്കോസിസ്റ്റം ഫോംസ് ദ ബേസ് ഫോർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. ജീവനും ജൈവ വൈവിധ്യവും നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എക്കോസിസ്റ്റമാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് അവർ എക്കോസിസ്റ്റംസ്. അതിനാൽ എന്താണ്? എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വി ഷാൾ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്റ്റ് ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം. ഈ പിക്ചർ നോക്കൂ. ആ കുട്ടികൾ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അവർ എർത്ത് അവർ ഫ്യൂച്ചർ. വി അവർ സെൽസ് ആർ ദ പ്രൊട്ടക്റ്റേഴ്സ്. ലെറ്റ്സ് ഫോളോ ഗ്രീൻ പ്രോട്ടോകോൾ. എന്താണ് അതിൽ പറയുന്നത്? നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. നാം തന്നെ അവ സംരക്ഷിക്കണം. നമുക്ക് പാലിക്കാം ഹരിത ചട്ടങ്ങൾ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.